നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ അനുസരണക്കേണ്ട ഫലം ഞാനും നന്ദനും സ്നേഹയൊക്കെ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. കർമ്മദോഷമായിരിക്കും, അല്ലാതെ എന്തു പറയാനാ? ആ, ഒരു കണക്കിനത് നന്നായില്ലേ സേതുവേട്ടാ? വിവാഹത്തിന് തൊട്ടു മുമ്പെങ്കിലും ധനുഷ് ആരാണെന്നും എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. വിവാഹം കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? സ്നേഹയുടെ ഭാവിയെക്കുറിച്ചോർത്ത് ഇതിനെയൊക്കെ വിഷമം ഉണ്ടാവാറുന്നില്ലേ? ആ ഗുണ്ടയെ വിളിച്ച ആളുടെ പേര് അർച്ചനയ്ക്ക് കേട്ടാ മനസ്സിലാവും. ഷാഹിർ മുഹമ്മദ്. ഹലോ, ഷാഹിർ മുഹമ്മദ് സാർ. ആളെ കിട്ടിയിട്ടുണ്ട്. ശരി സാർ. ഇപ്പൊ അർച്ചനയ്ക്ക് സംശയമൊക്കെ മാറിയില്ലേ? ഇത് അന്ന് അറിയാതെ പോയി. ഡോക്ടറുടെ കിഡ്നാപ്പിംഗ് കേസ് ധനുഷ് ഇതുവരെ സമ്മതിച്ചില്ലെന്നാ CI മാഡം പറഞ്ഞത്. അന്ന് ഞാൻ ചോദിച്ചിട്ടും അവൻ മിണ്ടാതെ നിന്നതേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് പോലീസിനോട് പറയായിരുന്നു. അതൊരു വലിയ വാർത്തയായി എന്റെ കരിയറിനെ കൂടി ബാധിക്കുമെന്ന് കരുതിയ ഞാൻ പറയാതിരുന്നത്. ഇപ്പൊ ചെയ്തു വെച്ചതിന്റെ ശിക്ഷ തന്നെ അവൻ താങ്ങൊന്നും തോന്നുന്നില്ല. എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ഞാനങ്ങ് മറന്നാ പോരെ? ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഡോക്ടറും കൂടി അനുഭവിക്കുകയാണല്ലോ. ഞാനും ആ കുടുംബത്തിലെ ആള് തന്നെയല്ലേ. ഇതോടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നെല്ലിശ്ശേരിയെ തകർക്കാൻ ധനുഷും അവന്തികയൊക്കെ ഇറങ്ങുമ്പോ അർച്ചനയുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളെയൊക്കെ തകർത്താലും അർച്ചനയെ തകർക്കാൻ അവർക്കാവില്ല. ചിലപ്പോ അർച്ചന ആ വിവാഹം മുടക്കിയതുകൊണ്ടാവും ഞാൻ ജീവനോടെ തിരിച്ചു വന്നത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇത്തവണയും അവന്തികയ്ക്ക് മാപ്പ് കൊടുത്തല്ലേ? അതങ്ങനെ തന്നെയല്ലേ ഡോക്ടർ? നമ്മളതും ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാ? നെല്ലിശ്ശേരിയുടെ സമാധാനത്തിന് വേണ്ടി. അവന്തിയുടെ ചെറിയ എന്തെങ്കിലും കാര്യം പുറത്തു വിട്ടാൽ തന്നെ ആ സമാധാനം തകരും. അറിഞ്ഞുകൊണ്ടൊരിക്കലും എനിക്കതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാ അവന്തിക ചെയ്യുന്നതൊക്കെ നേരിട്ടും തടഞ്ഞും അവരെ ദുർബലയാക്കിയും പുറത്താക്കാതെ അവരെ അവിടെ തന്നെ തുടരാൻ അനുവദിക്കുന്നത്. പോകും വരെ പോട്ടെ. നിവൃത്തിയില്ലാതെ വരുമ്പോ മറ്റെന്തെങ്കിലും ആലോചിക്കണം. അർച്ചന, നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞില്ലേ? സച്ചിക്കറിയാലോ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയ പിന്നെ നിർത്തില്ലെന്ന്. ഇപ്പൊ തൽക്കാലത്തേക്ക് നിർത്തിയേ പറ്റൂ. ഇല്ലെങ്കിലേ ആതിരയുടെ അടുത്ത് എത്താൻ പറ്റില്ല. മറ്റന്നാളല്ലേ ഡോക്ടർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ വിളിച്ചായിരുന്നു. അതെ, ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകാന്ന് കരുതി ഇറങ്ങിയത്. എന്നാ ഇവിടെ നിന്ന് സമയം കളയണ്ട, ആതിരയുടെ അടുത്തേക്ക് ചെല്ലേ. ആദ്യ പ്രസവം ആയതുകൊണ്ട് നമുക്ക് ടെൻഷനൊക്കെ കാണും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. ശരി ഡോക്ടർ, സമയം പോലെ വീണ്ടും വരാം. ശരി. ഫോൺ. അർച്ചന, താങ്ക്സ്. നന്ദനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതിന്.
നീ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നെല്ലിശ്ശേരിയുള്ളവരെ എപ്പോഴും നീ കുറ്റപ്പെടുത്തിയാ സംസാരിക്കുന്നത്. അത് സന്ദീപിന് ഇഷ്ടപ്പെടുവോ മോളെ? എന്തൊക്കെ പറഞ്ഞാലും അവന്റെ അച്ഛനും ഏട്ടന്മാരും അല്ലേ അവിടെ ഉള്ളത്. അതെ, അവന്റെ മാത്രമല്ല നിന്റെ കൂടെയാ. ഞാൻ പറയുന്നതൊക്കെ സത്യം തന്നെ അല്ലേ അമ്മേ? അത് സന്ദീപിന് നന്നായിട്ട് അറിയാം. അയ്യോ, ഇതാരാ? സേതുവേട്ടനോ? വാ ദാ ഇരിക്കും സേതുവേട്ട. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? പഴയ പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലച്ചാ. മറ്റന്നാളത്തേക്കാ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ സേതു എപ്പോ വന്നു? ആ, മോളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ഇതുവരെ ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. അറിഞ്ഞു കാണുമല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ. മനസ്സ് ശരിയല്ലായിരുന്നു, അതാ വരണമെന്ന് തോന്നിയിട്ടും വരാതിരുന്നത്. നന്ദനും എന്റെ അതേ മാനസികാവസ്ഥയിലാ. ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന നിങ്ങളുടെ കുഞ്ഞിനെ കാണുക എന്നുള്ളത്. ആ ആഗ്രഹം അതേപോലെ ഇപ്പോഴും മനസ്സിലുണ്ട്. എന്നിട്ടും ഞാൻ ഇവിടേക്ക് വരാതിരുന്നത് അതിനേക്കാൾ വിഷമം എന്റെ മനസ്സിലുണ്ടായിരുന്നുകൊണ്ടാണ്. മോൾക്കും ഇവിടെ ബാക്കിയുള്ളവർക്കും എന്നോടോ എന്റെ കുടുംബത്തോടോ മറ്റൊന്നും തോന്നരുത്. സേതു എന്തൊക്കെ ഈ പറയുന്നേ? ഞങ്ങൾക്ക് മനസ്സിലാകും സേതുവിന്റെ അവസ്ഥ. ജീവിതമല്ലേ, നമ്മൾ പ്രതീക്ഷിച്ച പോലൊക്കെ നടക്കണമെന്നില്ലല്ലോ. ആ ധനുഷ് എന്ന് പറയുന്നവൻ എന്നെയും നന്ദനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു കളഞ്ഞു മാഷെ. ഓരോന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു കളഞ്ഞു. എന്റെ സ്നേഹമോളെ ഇഷ്ടമാണെന്നും നല്ലൊരു കുടുംബജീവിതം അവൾക്ക് കൊടുക്കാമെന്നൊക്കെ അവൻ പറഞ്ഞപ്പോ അച്ഛനെയും അമ്മയും വരെ വാടകയ്ക്കെടുത്ത ഒരുത്തനാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല. കുറെ നാളുകളായി ചെയ്യുന്നതൊക്കെ അബദ്ധമായി മാറുകയാണ്. അബദ്ധമെന്നല്ല പറയേണ്ടത്, അനുസരണക്കേടെന്നാ. സച്ചിയും അർച്ചനയും സന്ദീപും അനക്കയൊക്കെ പലതവണ ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ കേട്ടില്ല. ആ അനുസരണക്കേടിന്റെ ഫലം ഞാനും നന്ദനും സ്നേഹയൊക്കെ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. കർമ്മദോഷമായിരിക്കും, അല്ലാതെ എന്തു പറയാനാ? ആ, ഒരു കണക്കിനത് നന്നായില്ലേ സേതുവേട്ട? വിവാഹത്തിന് തൊട്ടു മുമ്പെങ്കിലും ധനുഷ് ആരാണെന്നും എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. വിവാഹം കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? സ്നേഹയുടെ ഭാവിയെക്കുറിച്ചോർത്ത് ഇതിനെയൊക്കെ വിഷമം ഉണ്ടാവാറുന്നില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.